ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടോപ്പിക്ക് പോളിനേറ്റർ സിൻഡ്രോം. സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ പോളിനേറ്റർ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സ്, പ്ലാന്റിൻ്റെ അല്ലെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ട് ഏത് പോളിനേറ്ററാണ് ആ ഫ്ലവറിനെ പോളിനേറ്റ് ചെയ്യാൻ വേണ്ടി വിസിറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സിനെ എല്ലാം ചേർത്തിട്ട് ആ പ്ലാന്റ്സിൻ്റെ മൊത്തം ക്യാരക്ടറിസ്റ്റിക്സിനെ ചേർത്തിട്ട് നമുക്ക് പോളിനേറ്റർ സിൻഡ്രോം എന്ന് പറയാം. അതിപ്പോൾ ഫ്ലവറിൻ്റെ കളറാവാം, സെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നെക്ടർ, പോളൻ്റെ എമൗണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ഫ്ലവേഴ്സിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് കണക്കായിട്ട് ഏത് പോളിനേറ്ററാണോ അതിനെ വിസിറ്റ് ചെയ്യേണ്ടത്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏത് പോളിനേറ്ററാണോ ഹെൽപ്പ് ചെയ്യേണ്ടത്, അതിന് തയ്യാറാവുന്ന ആ രീതിയിലായിരിക്കും ആ ഫ്ലവറിൻ്റെ ആ ഒരു സ്ട്രക്ചറും കാര്യങ്ങളും പറയുന്നത്. അതായത് ഫ്ലവറും ആ ഒരു പ്ലാന്റും ഈ പോളിനേറ്ററും എവല്യൂഷൻ നടന്നിട്ടാണ് ഉണ്ടായതെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ഫ്ലവർ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിനെ പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ആ ഫ്ലവർ വിസിറ്റ് ചെയ്യുന്ന പോളിനേറ്റർ ഏത് ടൈപ്പുള്ളതായിരിക്കും, അതിൻ്റെ ക്യാരക്ടറും കൂടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നതാണ് പോളിനേറ്റർ സിൻഡ്രോം കൊണ്ടുള്ള ഗുണം പറയാനുള്ളത്. മെയിനായിട്ടുള്ള പോളിനേറ്റേഴ്സ് നമുക്കറിയാം: ബട്ടർഫ്ലൈ, മോത്ത്, ബീറ്റിൽസ്, ബീസ്, വാസ്പ്, അതുപോലെ ബാറ്റ്, ബേർഡ്സ്, അങ്ങനെ കുറേ ടൈപ്പിലുള്ള പോളിനേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ പോളിനേറ്റേഴ്സിനും ആവശ്യമായ തരത്തിൽ ആ ഫ്ലവേഴ്സിൽ പല മോഡിഫിക്കേഷൻസും അതിൻ്റെ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും മറ്റും ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. ആ ഡിഫറൻസാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ ഫസ്റ്റ് നമുക്ക് ബട്ടർഫ്ലൈയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബട്ടർഫ്ലൈ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ബ്രിക്ക് റെഡ്, പർപ്പിൾ കളറുള്ള ഫ്ലവേഴ്സിനെ ആയിരിക്കും. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ പ്രിഫർ ചെയ്യുന്ന ഫ്ലവേഴ്സിൽ കൂടുതൽ നെക്ടർ ഉണ്ടാവും. വാട്ടറി ആയിട്ടുള്ള, ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് നെക്ടർ ഉണ്ടാവും. ആംബിൾ നെക്ടർ എന്ന് നമുക്കതിനെ പറയാം. അതുപോലെ നെക്ടർ ഗൈഡ്സും കൂടി ഉണ്ടാവും. നെക്ടർ ഗൈഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ മാർക്കിങ്സ്, ലൈൻസ്, പാറ്റേൺ ഒക്കെ പറയാം ഫ്ലവേഴ്സിൻ്റെ. അതായത് ആ നെക്ടർ ഉള്ള സ്ഥലത്തേക്ക് ഉള്ള ഓരോ മാർക്കിങ്സിൻ്റെയും പാറ്റേൺസിൻ്റെയും മറ്റുമാണ് നെക്ടർ ഗൈഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഫ്ലവറിനും ഗുണം തന്നെയാണ്, പോളിനേറ്റർക്കും ഗുണം തന്നെയാണ്. ഫ്ലവറിനെ പെട്ടെന്ന് തന്നെ പോളിനേഷൻ എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് നടക്കും. അതുപോലെ ആ പോളിനേറ്റർക്ക് എളുപ്പത്തിൽ നെക്ടറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഈ നെക്ടർ ഗൈഡ്സ് കൊണ്ട്. അപ്പോൾ ഈ ബട്ടർഫ്ലൈ കൊണ്ട് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ നെക്ടർ ഗൈഡ്സ് കാണും. നെക്ടർ ഹിഡൻ ആയിരിക്കും, അതിലേക്കുള്ള നെക്ടർ ഗൈഡ്സ് കാണും. അതുപോലെ പിന്നെ പറയാനുള്ളത് ഫൈൻഡ് അല്ലെങ്കിൽ ഫ്രഷ് സ്മെല്ല് ഉണ്ടായിരിക്കും അത്തരത്തിലുള്ള ഫ്ലവേഴ്സിന്. പിന്നെ ഈ ബട്ടർഫ്ലൈക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ള ലാൻഡിങ് സ്പേസും കൂടി മിക്കവാറും ആ ഫ്ലവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ആ ഫ്ലവർ ട്യൂബുലർ ഷേപ്പിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. അപ്പോൾ ബട്ടർഫ്ലൈ പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് മെയിൻലി 2 ടൈപ്പാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ട്യൂബുലർ ഫ്ലവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള വൈഡ് ലാൻഡിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പിലുള്ള ഫ്ലവേഴ്സ്, കുറച്ചുകൂടി ലാർജ് ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത് നമുക്ക് പറയാനുള്ളത് മോത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, മോത്തും പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ നെക്ടർ എന്ന് പറയുന്നത് വാട്ടറി ആയിട്ടുള്ള നെക്ടർ ആയിരിക്കും. പക്ഷെ മോത്തിൻ്റെ കേസിൽ മോത്ത് നൊക്ടേണൽ ആയിട്ടുള്ള നിശാശലഭമാണല്ലോ. അപ്പോൾ മോത്തിൻ്റെ കേസിൽ ഈ ഫ്ലവറിൻ്റെ കളറ് മിക്കവാറും വൈറ്റ് കളറായിരിക്കും, അല്ലെങ്കിൽ പെയിലായിട്ടുള്ള പർപ്പിൾ കളറോ പിങ്കോ പെയിൽ കളറായിരിക്കും എന്തായാലും ഉണ്ടാവുക. അതുപോലെ തന്നെ മോത്തിൻ്റെ മൗത്ത് പാർട്സ് പറയുന്നത് സ്ട്രോ ലൈക്ക് മൗത്ത് പാർട്സ് ആണ്. അപ്പോൾ ഈ മോത്തിനുള്ളത് സ്ട്രോ ലൈക്ക് മൗത്ത് പാർട്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പോളൻ ഗ്രെയിൻസിനെ ഈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് പോളൻ ഗ്രെയിൻസ് വളരെ ലിമിറ്റഡ് നമ്പർ മാത്രമേ ഈ മൗത്ത് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ നോർമലി കാണുന്നുള്ളൂ. പോളൻ ഗ്രെയിൻസിന് അവർ എടുക്കുന്നത് വളരെ കുറവായിരിക്കും. ഇനി നെക്ടറിൻ്റെ കേസ് പറയുന്നെങ്കിൽ നെക്ടർ വാട്ടറി ആയിരിക്കും. അതുപോലെ ഈ മോത്തിന് ലാൻഡ് ചെയ്യേണ്ട ആവശ്യം അധികം വരുന്നില്ല. അതുകൊണ്ട് ലാൻഡിങ് സ്പേസ് ഒന്നും ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സ് നോർമലി പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതായത് ഒരു പോളിനേറ്റർ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണോ അവർക്ക് കൂടുതൽ താല്പര്യം, ആ തരത്തിലായിരിക്കും ആ ഫ്ലവർ മോഡിഫൈ ചെയ്തിട്ടുണ്ടാവുക എന്ന് നമുക്ക് പറയാം. പിന്നെ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത് നോർമലി സ്വീറ്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. പിന്നെ ഇത് രാത്രി ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സ് ആയിരിക്കും. നോർമലി ഡേ ടൈമിൽ അവർ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ രാത്രി ഫ്ലവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നോർമലി അത് ഗ്ലോയിങ് ടൈപ്പ് ഫ്ലവേഴ്സോ അല്ലെങ്കിൽ വൈറ്റ് കളർ നല്ല മോത്തിന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്.
പിന്നെ ഈ മോത്തിൻ്റെ കേസിൽ പറയാനുള്ളത് നല്ല ലോങ് ടങ് ആയിരിക്കും. ആ ടങ് ഉപയോഗിച്ചിട്ട് ഫീഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നെക്ടറീസ് ഡീപ്പായിട്ടുള്ള ഹിഡൻ രീതിയിലായിരിക്കും നെക്ടറീസ് ഉണ്ടാവുക. പക്ഷേ മോത്തിന് ഈസിലി ആയിട്ട് അവരുടെ ആ ലോങ് ടങ് വെച്ചിട്ട് അത് എടുക്കാൻ വേണ്ടി സാധിക്കും, നെക്ടർ എടുക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് ഒരു ടൈപ്പ് പറയാനുള്ള പോളിനേറ്ററാണ് ബീറ്റിൽസ് പറയാനുള്ളത്. ബീറ്റിൽസ് പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് മിക്കവാറും വൈറ്റ് കളേർഡ് അല്ലെങ്കിൽ ഗ്രീൻ കളേർഡ് ഫ്ലവേഴ്സ് ആയിരിക്കും. അതുപോലെ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിൽ നെക്ടർ ഗൈഡ്സ് ഒന്നും പ്രസൻ്റ് ആയിരിക്കില്ല മിക്കവാറും കേസിൽ. പിന്നെ ഇവർ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാ ഫ്ലവേഴ്സും അല്ല, ബീറ്റിൽസ് തന്നെ പല ടൈപ്പ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് ടൈപ്സിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഫ്ലവേഴ്സിനെ പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ചില ബീറ്റിൽസിന് ആവശ്യമുള്ള തരത്തിലുള്ള ഫ്ലവേഴ്സ് പ്രത്യേകിച്ച് അങ്ങനെ സ്മെല്ലൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ചില ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് നല്ല ഫ്രഷ് സ്മെല്ല്, ഫ്രൂട്ടി സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം. ചിലപ്പം ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സും ഇത്തരത്തിലുള്ള ബീറ്റിൽസിനെ കൊണ്ട് പോളിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ബൗൾ ഷേപ്പ്ഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ലാർജ് ഫ്ലവേഴ്സ് ആയിരിക്കും. പിന്നെ പോളൻ ആമ്പിൾ എമൗണ്ടിൽ പോളൻസ് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഈ ഫ്ലവേഴ്സ് സ്മോൾ ഫ്ലവേഴ്സ് ആണെങ്കിൽ തന്നെ അവർ ക്ലസ്റ്റേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ബീറ്റിൽസിന് എളുപ്പത്തിൽ വന്ന് മൊത്തം പോളിനേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ക്ലസ്റ്റേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയാനുള്ളത്. ഇനി അടുത്തൊരു ടൈപ്പ് ബീസും വാസ്പും പറയാം നമുക്ക്. ബീ എന്ന് പറയുമ്പോൾ വെറും ഹണി ബീ മാത്രമല്ല വരുന്നത്, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ബീസ് വരുന്നുണ്ട്. അതുപോലെ വാസ്പും മെയിനായിട്ടുള്ളൊരു പോളിനേറ്റർ ടൈപ്പാണ് ഈ ബീസ്, വാസ്പ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സ് മെയിൻലി വൈറ്റ്, യെല്ലോയിഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ്, ആ ഒരു പെയിൽ കളറിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. അതുപോലെ തന്നെ ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൻറ്റ് ഒരു ഫ്രൂട്ടി, നല്ല പ്ലസൻറ്റ് സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സും ആ ബീസിന് ആവശ്യമായുള്ള രീതിയിൽ ലാൻഡിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ മെയിൻ പറയാനുള്ളത് പോളൻ്റെ സ്ട്രക്ചർ പറയുമ്പോൾ സ്റ്റിക്കി പോളൻ ആയിരിക്കും. ബീസും മറ്റും വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവരുടെ ബോഡിയിൽ പറ്റി അടുത്ത ഒരു ഫ്ലവറിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റിക്കി ആയിട്ടുള്ള പോളനായിരിക്കും കാണുന്നത് ഈ ബീയും വാസ്പും പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൽ. അടുത്തൊരു ടൈപ്പാണ് ഫ്ലവർ ഫ്ലൈസ് പറയുന്നത്. ഫ്ലവർ ഫ്ലൈസ് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഫ്ലവർ ഫ്ലൈസ് ഉണ്ട്. കൂടുതൽ ടൈപ്പിലുള്ള ഫ്ലവേഴ്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ടൈപ്പിലായിരിക്കും ഇവരുണ്ടാവുന്നത്. ഇത് നേരത്തെ പറഞ്ഞ ബീയുടെ ടൈപ്പിൽ വരുന്നത് തന്നെയാണ്. അതായത് കുറച്ചുകൂടി സ്റ്റിക്കി ആയിട്ടുള്ള പോളനായിരിക്കും. അതുപോലെ ലൈറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. കൂടുതലും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ഈ ഫ്ലവർ ഫ്ലൈസ് വഴി പോളിനേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിൽ വരുന്നത്. ഇനി അടുത്തൊരു ഗ്രൂപ്പ് പറയാനുള്ളതാണ് ഫിൽത്ത് ഫ്ലൈസ് അല്ലെങ്കിൽ ക്യാരിയോൺ ഫ്ലൈസ് എന്ന് പറയാം. ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ്. കാരണം ഇത്തരത്തിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫൗൾ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സിനായിരിക്കും. അതായത് റോട്ടിങ് സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു ചീഞ്ഞളിഞ്ഞ മാംസത്തിൻ്റെ ആ ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സിനായിരിക്കും ഇത്തരം ഫ്ലൈസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു റോട്ടഡ് ഫ്ലഷിൻ്റെ ആ ഒരു സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ സ്മെല്ല് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫ്ലൈസ്, ക്യാരിയൻ ഫ്ലൈസ് പോയി അതിൽ എഗ്ഗ് ലേ ചെയ്യാൻ വേണ്ടിയായിരിക്കും അവർ പോകുന്നത്. അപ്പോൾ ആ കുറച്ച് സമയം എഗ്ഗ് ലേ ചെയ്യാൻ പറ്റുന്ന സ്ഥലം അന്വേഷിക്കുന്ന സമയത്തായിരിക്കും ഇതിൻ്റെ പോളിനേഷനും കാര്യങ്ങളും നടക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സ് മിക്കവാറും പർപ്പിൾ കളറും ആ ഒരു ഫ്ലഷിൻ്റെ ആ ഒരു ടൈപ്പിൽ വരുന്ന ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാകുന്നത്. കുറച്ച് റിങ്കിൾസും മറ്റും ഉണ്ടാകുന്ന പർപ്പിളിഷ് ആയിട്ടുള്ള കളർ വരുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ഈ ക്യാരിയൻ ഫ്ലൈസ് വെച്ചിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അടുത്തൊരു ടൈപ്പ് നമുക്ക് ബാറ്റ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ബാറ്റ് നമുക്കറിയാം രാത്രി വരുന്നതാണ്. അപ്പോൾ രാത്രി ഓപ്പൺ ആയിട്ടുള്ള ഫ്ലവേഴ്സായിരിക്കും ഇതിൽ വരുന്നത്. കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ആ സെൻറ്റ് അട്രാക്റ്റ് ചെയ്തിട്ട് വേണം ഈ ബാറ്റിന് ഫ്ലവറിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രോങ് ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സാണ് ഈ ബാറ്റ് വഴി റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പിന്നെ വൈറ്റ് കളറായിരിക്കും മിക്കവാറും ഒരു വൈറ്റിഷ് പെയിൽ യെല്ലോയിഷ് കളർ വരുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിൽ ഉൾപ്പെടുന്നത്. ആമ്പിൾ പോളൻ ഉണ്ടാവും, അബണ്ടൻ്റ് ആയിട്ട് നെക്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഇനി അടുത്തൊരു ടൈപ്പാണ് ബേർഡ് വഴി പോളിനേറ്റ് ചെയ്യുന്നത്. ബേർഡ്സ് പോളിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ബേർഡ്സ് കുറച്ചും കൂടി സൈസ് ഉണ്ടാവും. അപ്പോൾ ആ ബേർഡ്സിന് വന്ന് അറ്റാച്ച് ചെയ്ത് നിർത്താൻ വേണ്ടി പെർച്ചിങ് സ്പേസ് കിട്ടണം. അതായത് കുറച്ചും കൂടി ലാർജ് സൈസ്ഡ് ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കണം, ട്യൂബുലാർ ഷേപ്പ് ആയിരിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടീഷൻസ് അലോ ചെയ്താൽ മാത്രമേ ബേർഡ്സിന് വന്ന്
പോളിനേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഫ്ലവേഴ്സ് ഒന്നും ബേഡ്സ് വഴി പോളിനേറ്റ് ചെയ്യപ്പെടുന്നില്ല കമ്പാരിറ്റീവ്ലി. ബേഡ്സിൻ്റെ കാര്യത്തിൽ മെയിൻ ശ്രദ്ധിക്കേണ്ടത് സ്ട്രോങ് പേർച്ച് സപ്പോർട്ട് ഉണ്ടാവണം എന്നതാണ്. അതുപോലെ മറ്റുള്ളതിൽ നിന്ന് ഇത്രയും നേരം പറഞ്ഞ മറ്റ് പോളിനേറ്ററിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇവർക്ക് ഓർഡർ ഒന്നും തിരിച്ചറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഓർഡർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവർ വേണമെന്നില്ല. അതുപോലെ നെക്ടർ ഗൈഡ്സിൻ്റെ ആവശ്യമില്ല. നെക്ടർ ഗൈഡ് കൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പോളൻ്റെ എമൗണ്ടും വളരെ കുറവായിരിക്കും എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഇത്രയും ടൈപ്പ് മെയിനായിട്ടൊരു 7-8 ടൈപ്പിലുള്ള പോളിനേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പോളിനേറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ പോളിനേഷൻ നടന്ന് ഒരുപാട് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും മറ്റും ഉണ്ടായി ഗാർഡൻ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്കൊരു ഗാർഡനർ ആയിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള ഫ്ലവേഴ്സിനായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലാർജ് സൈസ്ഡ് ആയിട്ട് ഒരുപാട് നെക്ടറും ഒരുപാട് പോളനും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിനായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സിംഗിൾ പ്ലാന്റ് നടുന്നതിന് പകരം നമ്മൾ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് നട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഇതുപോലത്തെയുള്ള വിസിറ്റേഴ്സിന് നമുക്ക് കിട്ടും, പോളിനേറ്റേഴ്സിന് നമുക്ക് കിട്ടും. പിന്നെ പറയാനുള്ളത് ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ നട്ട് കഴിഞ്ഞാൽ എല്ലാ സീസണിലും ഫ്ലവർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ സീസണിലും ഫ്രൂട്ട് ഉണ്ടാവും, എല്ലാ സീസണിലും ഇത്തരത്തിലുള്ള ബട്ടർഫ്ലൈയും മോത്തും പോലുള്ള വിസിറ്റേഴ്സിന് നമുക്ക് അലൗഡ് ആക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സിൻ്റെ എമൗണ്ട് വളരെ കുറച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ നമുക്ക് ഡെയിലി നമ്മുടെ ഗാർഡനിൽ നമ്മൾ ഡെയിലി ഇത്തരത്തിലുള്ള ഫ്ലവേഴ്സും പോളിനേറ്റേഴ്സിനെയും കാണുമ്പോൾ നമുക്ക് ഒരു എസ്തെറ്റിക് വാല്യൂ ആണ് അത് കിട്ടുന്നത്. അതുപോലെ പിന്നെ നെസ്റ്റിംഗ് ഹാബിറ്റാറ്റ് കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ബേർഡ്സും കാര്യങ്ങളും കൂടി ഉണ്ടാവും. ഇത്രയാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് പോളിനേഷൻ സിൻഡ്രോം അതുപോലെ ഗാർഡൻ ടെക്നിക്സിൽ പറയാനുള്ളത്. താങ്ക് യു.